അതാ അമ്മമ്മന്റെ ചക്കരമുത്തുകൾ ഇവിടെയാണോ ഉള്ളത്? ആദിക്കുട്ടാ, എന്താടാ പറയണ്? അത് ശരി, ആദിക്കുട്ടനും അമ്മക്കുട്ടി ഇവിടെ ഇരിക്കണോ? കുട്ടികളുടെ അമ്മ എവിടെ? അമ്മ എവിടെയാടാ? അമ്മേ, എന്താ അഞ്ജലി ഇത്? രണ്ട് കുട്ടികളും ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് നീ എവിടേക്കാ പോയത്? അയ്യമ്മേ, രണ്ടുപേർക്ക് പാലെടുക്കാൻ വേണ്ടി പോയതാ. അത് ശരി, പാലെടുക്കാൻ പോവാണെങ്കിൽ എന്നെ കൊണ്ട് പറഞ്ഞാ പോരെ? രണ്ടുപേരും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പോയിരിക്കണ്. താഴെ കിടക്കണ എന്തെങ്കിലും പെറുക്കി വായിലിട്ടാ എന്ത് ചെയ്യും പറയ്? അയ്യോ അല്ലമ്മ, ഞാൻ നേരത്തെ പാല് ആറാൻ വെച്ചു. ശരി, ഒന്ന് വേഗം പോയി 1 മിനിറ്റ് കൊണ്ട് എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ച് പോയതാണ്. എന്താ മോളെ ഇത്? 1 മിനിറ്റ് എന്നും പറഞ്ഞാല് കുട്ടികൾ താഴെ ഉള്ളതെടുത്ത് വായിലിടാൻ 1 മിനിറ്റ് മതിയല്ലോ. ഇനി ഇങ്ങനെ രണ്ടുപേരും ഒറ്റയ്ക്കാക്കിയിട്ട് പോണ്ട. കുട്ടികൾ അങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകണ്ടത്രയൊന്നും ആയിട്ടില്ല. എന്തെങ്കിലും വേണമെങ്കിൽ എന്നെ കൊണ്ട് ചോദിച്ചാൽ പോരെ? അല്ലാതെ എവിടെങ്കിലും പോണെങ്കിലും കുട്ടികളെ എൻ്റെ അടുത്ത് ആക്കിയിട്ട് പോയാൽ മതി. ഇങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകണ്ടട്ടാ. ശരി അമ്മേ, ഇനി ഒറ്റയ്ക്കാക്കിയിട്ട് പോവില്ല. ശരി ശരി. പിന്നെ ശിവൻ എവിടെ? ശിവേട്ടൻ നേരത്തെ പാടത്തേക്ക് പോയമ്മേ. അത് ശരി, രാവിലെ ഭക്ഷണം പോലും കഴിക്കാതെ അവ പാടത്തിൽ പോയാ? ഇവനെ കൊണ്ട് എന്താ ചെയ്യണ്? എന്താ വെയില്! ഈ ചൂട്ടത്ത് ഒരു ഭക്ഷണം പോലും കഴിക്കാതെ അവിടെ കണ്ടെത്തി പോയി നിന്നാ എന്ത് ചെയ്യും പറയ്? തലക്കറക്കം വരില്ലേ? ഈ ചക്കന് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അവൻ വന്നാ ഒന്ന് പറയാ അഞ്ജലി, ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ അവിടെ പോയി നിൽക്കണ്ടെന്ന്. ഇനി അവൻ വരാൻ 12 മണിയാവും. ഇനി രാവിലത്തെ ഭക്ഷണം ഉച്ചക്കിലത്തെ ഭക്ഷണം ചേർത്ത് കഴിക്കും അവൻ. ശരി അമ്മേ, ഞാൻ പറയാ. ശരി ശരി, നീ കുട്ടികൾക്ക് വേഗം പാല് കൊടുത്തിട്ട് അകത്തേക്ക് കൊണ്ടുപോവാ. ഇനി നല്ല ചൂടാവും, പിന്നെ കുട്ടികൾ ഇവിടെ ഇരുന്ന ചുട്ട് പൊള്ളും. ശരിയാ? ഇല്ലമ്മേ, ഞാനേ അകത്തിരുന്ന കുട്ടികൾ പാല് കുടിക്കുന്നില്ല പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പുറത്ത് കൊണ്ടുവന്നത്. ഇവിടെ ആവുമ്പോ കാക്കിയും കോഴിയൊക്കെ കണ്ടിങ്ങനെ പാല് കുടിക്കുമല്ലോ. അത് ശരിയാണ്. ശരി, പാല് മാത്രം കൊടുത്തിട്ട് പാല് കുടിച്ചത് അകത്തേക്ക് കൊണ്ടുപോവാട്ടാ, അല്ലെങ്കിൽ നല്ല ചൂടാവും പിന്നെ. ശരിയമ്മേ. ശരി മോളെ. പിന്നെ അപ്പുറത്തെ കുറച്ച് ചപ്പയൊക്കെ വീണ് കിടക്കുന്നുണ്ട്, ഞാൻ അതൊക്കെ ഒന്ന് അടിച്ചു വാരട്ടെ. നീ കുട്ടികളെ നോക്കിക്കോട്ടാ. ശരി അമ്മേ. അമ്മക്കുട്ടി ചക്കരേ, നീലക്കുട്ടിക്ക് പാല് വേണോ? എന്റെ മക്കൾക്കല്ലേ അമ്മ പാല് കൊണ്ടുവന്നിട്ടുള്ളത്. നീലക്കുട്ടി പിടിക്ക് പാല്. ആദിക്കുട്ടനും പാല് വേണോ? ദാ കുടിക്ക്. രണ്ടുപേരും വേവേ പാല് കുടിക്ക്. അയ്യോ ശിവേട്ടൻ, നിങ്ങളായിരുന്നോ? ഞാൻ പേടിച്ചു പോയി. എന്തിനു പേടി? എടി അഞ്ജുമ, ഇവിടെ ഞാനല്ലാതെ വേറെ ആര് വരും? വേറെ ആരും വരില്ല, പക്ഷെ ഇങ്ങനെ പുറകെ വന്ന് കൂക്കിയാ പേടിക്കില്ലേ? ഇടി അഞ്ജുമ, ശിവന്റെ ഭാര്യ ഒന്നിനും പേടിക്കാൻ പാടില്ല. നല്ല ധൈര്യം വേണ്ടേ? പിന്നെ വേണ്ട ധൈര്യമൊക്കെ ഉണ്ട് ശിവേട്ടാ. അത് ശരി, നിങ്ങൾ രാവിലെ കണ്ടെത്തി പോകുമ്പോ ഒന്ന് കഴിച്ചിട്ട് പോയിക്കൂടെ? അമ്മ പാവം നിങ്ങൾ കഴിക്കാതെ പോയെന്നും പറഞ്ഞ ഒരേ സങ്കടവാ. അപ്പൊ ഞാൻ കഴിക്കാതെ പോയതിന് അമ്മയ്ക്കാണ് സങ്കടം, നിനക്ക് സങ്കടമൊന്നും ഇല്ല അല്ലേ? ശിവേട്ടാ, എനിക്ക് തന്നെ സങ്കടം. ഞാൻ എപ്പോഴും പറയാറില്ലേ കാലത്ത് പോകുമ്പോ കഴിച്ചിട്ട് പോകുന്നു. പറയും, പക്ഷേ ശരി പോയിട്ട് വേഗം വരാമെന്നും വിചാരിച്ചു പോവും. അവസാനം അവിടെ ആരെക്കൊണ്ടെങ്കിലും സംസാരിച്ചു നിന്ന് അങ്ങനെ സമയം പോകും. ഇനി അതുപോലെ വേണ്ട കേട്ടോ. ഇനി കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയാ മതി. ശരി മാഡം. ഒന്ന് പോകി ശിവേട്ടാ. അത് ശരി, എന്റെ 2 സ്വർണ്ണക്കുടങ്ങൾ ഇവിടെയാണോ ഇരിക്കുന്നത്? അതെ ആദിക്കുട്ടാ, നീലക്കുട്ടി, ഇത് കണ്ടോ? അച്ഛൻ അമ്മനെ കൊണ്ട് സംസാരിച്ച് എന്റെ മക്കളെ കാണാതെ വിട്ടുപോയി. എടി അഞ്ജു, അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കല്ലടി. അവസാനം എന്റെ മക്കളെ എന്നെ കൊണ്ട് പിണങ്ങും. പിന്നെ നിങ്ങളുടെ മക്കളെ നിങ്ങളെ കൊണ്ട് പിണങ്ങിട്ടൊന്നും പറയണ്ട ശിവേട്ടാ. അമ്മ എന്ത് തന്നെ കാര്യമായിട്ട് നോക്കിയാലും അവസാനം അച്ഛൻ വന്നത് അച്ഛാന്നും പറഞ്ഞ് ഓടുന്ന മക്കളല്ലേ. തുടങ്ങി. എന്താ അച്ഛനെ കണ്ടതും മകളെ മിണ്ടാതെ ഇരിക്കണമെന്ന് വിചാരിച്ചതാ. അച്ഛാന്ന് പറഞ്ഞു തുടങ്ങി. ശിവേട്ടാ, നിങ്ങളെ നിലാക്കുട്ടിനെ എടുത്തിട്ട് അകത്തേക്ക് പോകി, ഞാൻ ആദിക്കുട്ടിനെ കൊണ്ടുവരാ. ശരി അഞ്ജുമ. വാ 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 അമ്മുക്കുട്ടി, വാ അച്ഛൻ്റെ വാ. വാടാ ആദിക്കുട്ടാ, നമുക്ക് അകത്തേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഈ മിന്നാരം കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോയിലേക്ക് ഒരു ലൈക്ക് തരണം. വീഡിയോ എങ്ങനെയുണ്ട് എന്ന് മറക്കാതെ കമന്റ് ചെയ്യണം. പിന്നെ നമ്മുടെ വീഡിയോസിനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, വീണ്ടും നമ്മൾ നാളെ കാണാം. ബൈ ഫ്രണ്ട്സ്.